നിങ്ങൾക്കെതിരെ ഉയരുന്നു ജനരോഷത്തിൻ തീജ്വാല ജനരോഷത്തിൻ തീജ്വാല ജനരോഷത്തിൻ തീജ്വാല ജനരോഷത്തിൻ തീജ്വാല അടിമച്ചങ്ങല പൊട്ടട്ടെ അടിമച്ചങ്ങല പൊട്ടട്ടെ വർഗീയ ഫാസിസ്റ്റ് ഭരണക്കാരെ നിങ്ങൾക്കെതിരെ ഉയരുന്നു ജനരോഷത്തിൻ തീജ്വാല ജനരോഷത്തിൻ തീജ്വാല ജനരോഷത്തിൻ തീജ്വാല ജനരോഷത്തിൻ തീജ്വാല അടിമച്ചങ്ങല പൊട്ടട്ടെ അടിമച്ചങ്ങല പൊട്ടട്ടെ നിങ്ങൾക്കെതിരെ ഉയരുന്നു ജനരോഷത്തിൻ തീജ്വാല ജനരോഷത്തിൻ തീജ്വാല ജനരോഷത്തിൻ തീജ്വാല ജനരോഷത്തിൻ തീജ്വാല അടിമച്ചങ്ങല പൊട്ടട്ടെ അടിമച്ചങ്ങല പൊട്ടട്ടെ നിങ്ങൾക്കെതിരെ ഉയരുന്നു ജനരോഷത്തിൻ തീജ്വാല ജനരോഷത്തിൻ തീജ്വാല ജനരോഷത്തിൻ തീജ്വാല ജനരോഷത്തിൻ തീജ്വാല അടിമച്ചങ്ങല പൊട്ടട്ടെ അടിമച്ചങ്ങല പൊട്ടട്ടെ ജനരോഷത്തിൻ തീജ്വാല ജനരോഷത്തിൻ തീജ്വാല അടിമച്ചങ്ങല പൊട്ടട്ടെ അടിമച്ചങ്ങല പൊട്ടട്ടെ ജനരോഷത്തിൻ തീജ്വാല ജനരോഷത്തിൻ തീജ്വാല ജനരോഷത്തിൻ തീജ്വാല ജനരോഷത്തിൻ തീജ്വാല അടിമച്ചങ്ങല പൊട്ടട്ടെ അടിമച്ചങ്ങല പൊട്ടട്ടെ ഭാരതമാകെ സ്തംഭിപ്പിച്ച് ഇൻകുലാബ് സിന്ദാബാദ് തുലയട്ടെ തൊഴിലാളി വിരുദ്ധ ഭരണം തുലയട്ടെ ഭരണം തുലയട്ടെ വർഗീയ ഭരണം തുലയട്ടെ ജനാധിപത്യം പുലരട്ടെ ഇൻകുലാബ് സിന്ദാബാദ് തൊഴിലാളി ഐക്യം സിന്ദാബാദ് ഇടതുപക്ഷ ഐക്യം സിന്ദാബാദ് ഇൻകുലാബ് സിന്ദാബാദ് പ്രിയമുള്ള സഹാക്കളെ, സുഹൃത്തുക്കളെ, ദേശീയ പണിമുടക്കുമായി ബന്ധപ്പെട്ടുള്ള ഇവിടെ നടന്നിട്ടുള്ള ഈ പ്രകടനത്തിനും അനുബന്ധമായിട്ട് കേന്ദ്ര ഗവൺമെൻറ് ഓഫീസായിട്ടുള്ള ഈ പോസ്റ്റ് ഓഫീസിന് മുമ്പിൽ നടക്കുന്ന ഈ കൂട്ടധർണയിൽ അധ്യക്ഷത വഹിക്കുന്നതിന് വേണ്ടി ATCയുടെ മണ്ഡലം പ്രസിഡന്റ് മധുസൂദനെ ക്ഷണിക്കുകയാണ്. പ്രിയ സഹാക്കളെ, മോദി സർക്കാരിൻ്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെയും തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെയും രാജ്യമെങ്ങും ശക്തമായ പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുകയാണ്. പണിമുടക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയും ചെങ്ങന്നൂരും വൻ വിജയമായി മാറിയിരിക്കുകയാണ്. ഈ ധർണയിൽ പങ്കെടുക്കുന്ന ഈ യോഗത്തിൽ സ്വാഗതം പറയുന്നതിന് വേണ്ടി CHU ഏരിയ സെക്രട്ടറി സഖാവ് NK മനോജിനെ ക്ഷണിച്ചുകൊള്ളുന്നു. പ്രിയമുള്ള സമര സഖാക്കളെ, ഇന്ന് നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ തങ്കലിപികളിൽ എഴുതി ചേർത്തൊരു ദിവസമാണ്. ഒട്ടേറെ സമരങ്ങൾക്ക് നമ്മൾ നേതൃത്വം കൊടുത്തിട്ടുണ്ട് നമ്മുടെ രാജ്യത്ത്. ഇന്ന് സംയുക്ത ട്രേഡ് യൂണിയൻ്റെ നേതൃത്വത്തിൽ ഇന്ന് നമ്മുടെ രാജ്യത്ത് നടക്കുന്ന സമരം ഇന്നേ വരെ നമ്മുടെ രാജ്യം ദർശിച്ചിട്ടില്ലാത്ത വലിയ പിന്തുണയാണ് ഇന്ന് സമരത്തിന് കിട്ടുന്നതായിട്ടാണ് ഇന്ന് വാർത്തകളിലും സോഷ്യൽ മീഡിയകളിലും ഒക്കെ തന്നെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. 20 കോടിയിലധികം ആളുകൾ തൊഴിലാളികൾ ഇന്ന് പണിമുടക്കിയതായിട്ടാണ് ഇതുവരെ കിട്ടിയിട്ടുള്ളത്. അതിശക്തമായിട്ടുള്ള സമരമാണ്. നാം പ്രതീക്ഷിച്ചതിൽ നിന്നും അപ്പുറമായി മുഴുവൻ സംസ്ഥാനങ്ങളിലും ഭൂരിപക്ഷം സംസ്ഥാനങ്ങളിലും ഇന്ന് വന്നിട്ടുള്ള വാർത്തകളും ഫോട്ടോകളും ചിത്രങ്ങളും വീഡിയോകളും ഒക്കെ കാണുമ്പോൾ തന്നെ
ഭൂരിപക്ഷം സംസ്ഥാനങ്ങളിലും ഈ പണിമുടക്ക് പൊതുജനങ്ങളാകെ തന്നെ ഏറ്റെടുത്തിരിക്കുകയാണ്. ഈ പണിമുടക്കിൽ ആധാരമായിട്ടുള്ള ആവശ്യങ്ങളെ സംബന്ധിച്ച് തൊഴിലാളി സംഘടനകൾ 10 ട്രേഡ് യൂണിയനുകൾ ഇന്ന് രാജ്യത്ത് പ്രഖ്യാപിച്ചിട്ട് കുറേ നാളുകളായി. പക്ഷേ അതെല്ലാം തന്നെ മാറി. ഇന്ന് രാജ്യമാകെ തന്നെ ഈ പണിമുടക്കിന്റെ ആവശ്യങ്ങളെ ആകെ ഏറ്റെടുത്തിരിക്കുകയാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പണിമുടക്കിന് ഇത്രയേറെ പ്രാധാന്യവും ഇത്രയേറെ പിന്തുണയും ഈ രാജ്യത്താകെ തന്നെ കിട്ടിയിട്ടുള്ളത്. വലിയ തോതിൽ സർക്കാർ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥരാകെ തന്നെ, സംസ്ഥാന സർക്കാർ ഉദ്യോഗസ്ഥരാകെ തന്നെ ഈ പണിമുടക്കിന് വലിയ പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. രാജ്യത്തെ തുറമുഖങ്ങളാകെ സ്തംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. പെട്രോളിയം വിതരണം ആകെ തന്നെ രാജ്യത്ത് സ്തംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. മുഴുവൻ തൊഴിലാളികളും ഈ മേഖലയിലാകെ തന്നെ, രാജ്യത്തിൻ്റെ സാമ്പത്തിക മേഖലയിൽ ബാങ്കുകളായാലും ശരി, ഇൻഷുറൻസ് സ്ഥാപനങ്ങളായാലും ശരി, സകലമാന സ്ഥാപനങ്ങളും സ്തംഭിച്ച് രാജ്യത്തിൻ്റെ സാമ്പത്തിക മേഖല അനങ്ങാതെ നിൽക്കുകയാണ്. സെക്കൻഡുകൾ, ഈ മണിക്കൂറുകൾ, ഇന്നത്തെ മണിക്കൂറുകൾ, ഇന്നലെ രാത്രി 12 മണി മുതൽ നമ്മുടെ രാജ്യത്തിൻ്റെ വിവിധ മേഖലകൾ അനങ്ങാതെ സ്തംഭിച്ച് നിൽക്കുന്ന സ്ഥിതിയാണ് ഇന്നുള്ളത്. വലിയ പോലുള്ള പോരാട്ടത്തിൻ്റെ നാന്ദിയാണ് ഇത് കുറിക്കുന്നത്. രാജ്യത്തെ മുഴുവൻ മേഖലകളും, ഇൻഷുറൻസ്, ബാങ്കിങ്, പൊതുമേഖലാ സ്ഥാപനങ്ങൾ തുടങ്ങി കർഷക തൊഴിലാളികൾ, കർഷകർ, വിദ്യാർത്ഥികൾ, അധ്യാപകർ തുടങ്ങി ഏതെല്ലാം മേഖലകൾ നമ്മുടെ സംസ്ഥാനത്തെ സ്ഥിതിയെടുത്ത് പരിശോധിച്ചാൽ നമ്മുടെ സംസ്ഥാനം ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള വലിയ പോരാട്ടങ്ങൾ. സമരസമിതിയുടെ അഭിവാദ്യങ്ങൾ. ഇൻകുലാബ് 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 സിന്ദാബാദ്. ആവശ്യങ്ങൾ ജനങ്ങളുടെ മുമ്പാകെ എത്തിക്കുന്നതിന് വേണ്ടി അഹോരാത്രമായ പോരാട്ടത്തിലാണ്, അതിൻ്റെ പ്രവർത്തനത്തിലായിരുന്നു സംയുക്ത ട്രേഡ് യൂണിയൻ പ്രവർത്തനരാകത്ത്. അതിൻ്റെയെല്ലാം ഫലമാണ് ഇന്നത്തെ ഈ പണിമുടക്ക് കാണുന്നത്. ഈ പണിമുടക്ക് വിജയിപ്പിക്കുന്നതിന് എല്ലാവിധ സഹായവും ചെയ്തു തന്നിട്ടുള്ള മുഴുവൻ ട്രേഡ് യൂണിയനുകളെയും നമ്മുടെ പ്രവർത്തകരെയും നമ്മുടെ സഖാക്കളെയും ആകെ തന്നെ CITUവിന് വേണ്ടി അഭിവാദ്യം ചെയ്യുകയാണ്. ഈ സമ്മേളനത്തിന് ഈ പ്രതിഷേധ സമ്മേളനം നമ്മൾ ഈ കേന്ദ്ര സർക്കാർ ഓഫീസിന് മുമ്പിലേക്ക് ഈ പ്രതിഷേധ യോഗം ഇന്നിപ്പോൾ നമ്മൾ നടക്കുകയാണ്. ഇവിടെ ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷനായിട്ട് ഇരിക്കുന്നത് AITUCയുടെ മണ്ഡലം കമ്മിറ്റിയുടെ പ്രസിഡന്റ് സാവ് മധുകുമാർ സാവാണ്. സാവിനെ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്തത്. ഈ പ്രതിഷേധ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് CPIMൻ്റെ ഏരിയ കമ്മിറ്റിയുടെ സെക്രട്ടറിയാണ്. CPIM ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ കക്ഷികളാകെ തന്നെ ഈ പണിമുടക്കിന് വമ്പിച്ച പിന്തുണയാണ് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് സഖാവും ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ എത്തിച്ചേർന്നിട്ടുള്ള CPIMൻ്റെ ഏരിയ കമ്മിറ്റി സെക്രട്ടറിയെ ഈ സമ്മേളനത്തിലേക്ക് സംയുക്ത ട്രേഡ് യൂണിയന് വേണ്ടി സ്വാഗതം ചെയ്തു. ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന CITUവിൻ്റെ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ സെക്രട്ടറി സാവ് KK ചന്ദ്രൻ ഇവിടെ പങ്കെടുക്കുന്നുണ്ട്. സാവിനെ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. CITUവിൻ്റെ ചെങ്ങന്നൂർ ഏരിയ കമ്മിറ്റിയുടെ പ്രസിഡന്റ് സാവ് PK വാസുദേവൻ ഇവിടെ ഈ സമ്മേളനത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. സഖാവിനെ സ്വാഗതം ചെയ്യുന്നു. AITUCയുടെ നേതാക്കന്മാരായിട്ടുള്ള സഹാക്കൾ സാദത്ത്, സഹാക്കൾ അനസ് രണ്ടുപേരും ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. NGO യൂണിയൻ്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സാവ് ബിന്ദു ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുകയാണ്. അവരാകെ തന്നെ ഈ സമ്മേളനത്തിൽ പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അധ്യാപകർ KSTയുടെ ജില്ലാ കമ്മിറ്റിയുടെ നേതാക്കന്മാരായിട്ട് സാവ് ജോസഫ് മാത്യു ഉൾപ്പെടെയുള്ള സാവ് ജേക്കബ് ഉൾപ്പെടെയുള്ള സഖാക്കൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. AKPCTA കോളേജ് അധ്യാപകരുടെ സംഘടനയായ സാവ് ബിജി സാർ ഉൾപ്പെടെയുള്ളവർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അങ്ങനെ തുടങ്ങി സമൂഹത്തിൻ്റെ നാനാ മേഖലയിലുള്ള CPIMൻ്റെ ഒട്ടേറെ നേതാക്കന്മാർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. വിവിധ ട്രേഡ് യൂണിയനുകളുടെ നേതാക്കളാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ആകെ തന്നെ. ബാങ്ക് എംപ്ലോയീസ്, നമ്മുടെ സാമ്പത്തിക മേഖലയ്ക്ക് ആകെ തന്നെ പ്രവർത്തിക്കുന്ന ബാങ്ക് എംപ്ലോയീസ്, ബെക്കിയുടെ നേതൃത്വത്തിലുള്ള സഖാക്കൾ പരമാവധി ബ്രാഞ്ചുകളെല്ലാം തന്നെ അടച്ചിട്ടിട്ടാണ് അവരിവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. ചില ഒറ്റപ്പെട്ട സംഭവങ്ങൾ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. ചില ബാങ്കുകളിലൊക്കെ ചില ഈ സമരവിരുദ്ധർ ചില ബാങ്കുകളിലൊക്കെ കയറിയിരിപ്പുണ്ട്. നമ്മളതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. ഇന്നത്തെ ദിവസം ഈ പോസ്റ്റ് ഓഫീസിലായാലും ശരി, യഥാർത്ഥത്തിൽ ഇതെല്ലാം പൂട്ടിക്കേണ്ടതാണ്. പിന്നെ ചില സമരവിരുദ്ധർ ഇതെല്ലാം എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഈ മുദ്രാവാക്യങ്ങൾ വെച്ചിട്ടുള്ളത്. ഏതെങ്കിലും ഒരു തൊഴിലാളി സംഘടനയ്ക്കോ ആ തൊഴിലാളി സംഘടനയിൽ പങ്കെടുക്കുന്ന ആർക്കെങ്കിലും വേണ്ടിയിട്ടാണോ നമ്മൾ ഈ മുദ്രാവാക്യങ്ങളാകെ തന്നെ ഈ രാജ്യത്ത് ഉയർത്തുന്നത്? 20 കോടി ആളുകളാണ് ഈ രാജ്യത്ത് ഈ മുദ്രാവാക്യം ഉയർത്തി നിൽക്കുമ്പോൾ ഇത്തരത്തിലുള്ള കരിങ്കാലികളായിട്ടുള്ള 1-2 പേർ എല്ലാ സ്ഥാപനത്തിലും കാണും. നമ്മൾ അവരെ ഒന്നും തൽക്കാലം നേരിടാനും കാര്യങ്ങൾക്കൊന്നും നമ്മൾ പോകുന്നില്ല. നമ്മളെന്തായാലും ഈ മുദ്രാവാക്യങ്ങൾ ഉയർത്തി വലിയ പ്രക്ഷോഭത്തിന് രാജ്യത്ത് നന്ദി കുറിക്കുകയാണ്. ഈ സമ്മേളനത്തിൽ പങ്കെടുത്തിട്ടുള്ള മുഴുവൻ CITUവിൻ്റെ നേതാക്കളെ ആകെ തന്നെ ഞാൻ AITUCയുടെയും CITUവിൻ്റെയും മറ്റ് സംഘടനകളുടെ നേതാക്കളെ ആകെ സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിച്ചു. ഈ പണിമുടക്ക് സമരം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി CPM ഏരിയ സെക്രട്ടറി സഖാവ് ഇച്ചിരി അങ്ങോട്ട്
ശശികുമാർ സാറിനെ ക്ഷണിച്ചോളൂ. ഈ പ്രതിഷേധ യോഗത്തിൻ്റെ അധ്യക്ഷൻ സഖാവ് മധുകുമാർ, ഈ യോഗത്തിൽ സ്വാഗതം പറഞ്ഞ കെ മനോജ്, ഈ പ്രകടനത്തിനും ഈ സമരത്തിനും നേതൃത്വം കൊടുക്കുന്ന വിവിധ ട്രേഡ് യൂണിയൻ്റെ നേതാക്കന്മാരെ, സർക്കാർ അധ്യാപക ജീവനക്കാരുടെ സംഘടനാ നേതാക്കന്മാരെ, തൊഴിലാളി സഖാക്കളെ, സുഹൃത്തുക്കളെ, നമ്മുടെ രാജ്യത്ത് തൊഴിലാളികളും കർഷകരും കേന്ദ്ര സംസ്ഥാന ജീവനക്കാരും അധ്യാപകരും സംയുക്തമായിട്ട് 24 മണിക്കൂർ പണിമുടക്കിന് ആഹ്വാനം ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ രാജ്യത്ത് എമ്പാടും പണിമുടക്ക് വൻ വിജയമായി മാറിയിരിക്കുകയാണ്. ഈ പണിമുടക്കിന് നേതൃത്വം കൊടുക്കുന്നത് കേന്ദ്ര ട്രേഡ് യൂണിയനുകളും ജീവനക്കാരുടെ ഫെഡറേഷനും. ഈ പണിമുടക്കിൽ നിന്ന് മാറി നിൽക്കുന്നത് നമ്മുടെ രാജ്യത്തെ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന BJPയുടെ ട്രേഡ് യൂണിയനായിട്ടുള്ള BMS മാത്രമാണ്. ബാക്കി എല്ലാ സംഘടനകളും ചേർന്നുകൊണ്ടാണ് സംയുക്തമായിട്ട് പണിമുടക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുന്നോട്ട് വെക്കുന്നത്. നമുക്കറിയാം, മോഡിയുടെ കഴിഞ്ഞ 10 വർഷക്കാലത്തെ ഭരണം പരിശോധിക്കുമ്പോൾ നമ്മുടെ രാജ്യത്തെ ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങളുടെയും ജീവിതം ദുരിതപൂർണമാക്കുന്ന നയങ്ങളാണ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി നമ്മുടെ രാജ്യത്ത് മുമ്പൊന്നുമില്ലാത്ത വിധത്തിലുള്ള ജീവിത പ്രയാസങ്ങളാണ് നമ്മുടെ രാജ്യത്തെ മഹാപുരുഷരും ജനങ്ങളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സാമ്പത്തിക അസമത്വം പെരുകിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ തൊഴിലില്ലായ്മ, വിലക്കയറ്റം, ദാരിദ്ര്യം, പട്ടിണി, പോഷകാഹാരക്കുറവ്, അങ്ങനെ ജനങ്ങളെ ബാധിക്കും. ഏറ്റവും പ്രധാനമായും രാജ്യം നടപ്പിലാക്കാൻ പോകുന്ന ലേബർ കോഡുകൾ, ആ ലേബർ കോഡുകൾ അതിൻ്റെ ഓരോ നിയമങ്ങളും എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്കറിയാം, ഈ രാജ്യമുണ്ടായ കാലം മുതൽ അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തിന് മുമ്പ് മുതൽ ഈ തൊഴിലാളി മേഖലകളിൽ പണിയെടുക്കുന്നവർ അവർ സമരം ചെയ്ത് നേടിയെടുത്ത നിയമങ്ങളെയാണ് അല്ലെങ്കിൽ ആ നിയമസഹായങ്ങളെയാണ് ഇല്ലാതാക്കുന്ന ഈ ലേബർ കോഡുകൾക്കാണ്. നമുക്കറിയാം, ഓരോ രാജ്യത്തുണ്ടായ തൊഴിൽ നിയമങ്ങളെല്ലാം തന്നെ ഓരോ സമരങ്ങളുടെ ഭാഗമായി ഉണ്ടായ ഒന്നാണ്. ഒരുപാട് രക്തസാക്ഷികളുടെ, ഒരുപാട് സമര പോരാട്ടങ്ങളുടെ ഭാഗമായി ഉണ്ടായ നിയമങ്ങളാണ്. ആ നിയമങ്ങളെല്ലാം ഇല്ലായ്മ ചെയ്തുകൊണ്ട് ലേബർ കോഡ് എന്ന വിധത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ, ആ ലേബർ കോഡുകളെ വിശകലനം ചെയ്ത് മനസ്സിലാക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ രാജ്യത്തിലെ സ്വദേശ വിദേശ കോർപ്പറേറ്റുകളെ സുഖിപ്പിക്കാനും സംരക്ഷിക്കാനും അവരിലേക്ക് മാത്രം സമ്പത്ത് കേന്ദ്രീകരിക്കുവാനും അതിലൂടെ ഈ രാജ്യത്തിൻ്റെ ഭരണം ചിരകാലമായി നിലനിർത്തുക എന്ന BJP ഗവൺമെൻറ്റിൻ്റെ ഗൂഢമായ തന്ത്രമാണ് അതിലുള്ളതെന്ന് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് ഞാൻ കൂടുതൽ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല, വളരെ വ്യക്തമായി തന്നെ സൂചിപ്പിച്ചു. അതുകൊണ്ട് നിർത്തുകയാണ്. ഈ വിഷയത്തിൽ നാം കാണുന്ന ഇന്ന് സ്വയം തൊഴിൽ ചെയ്യുന്ന വ്യാപാരികളും തൊഴിലാളികളും ഇതര രാഷ്ട്രീയ സമരത്തെ അനുകൂലിക്കാതെ മാറി നിൽക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ തൊഴിലാളികളടക്കമുള്ളവർ ഇന്ന് ഈ സമരത്തെ മുഴുവനായി ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇന്ന് രാജ്യം കണ്ട ഏറ്റവും വലിയ ഐതിഹാസികമായ സമരമായി, തൊഴിലാളികളുടെ സമരമായി ഇന്ന് കാണാൻ കഴിയുന്നതെങ്കിൽ അത് ഒരിക്കലും ഈ തൊഴിൽ മേഖലയെ തകർക്കാൻ കഴിയില്ല, ഒരു വർഗീയ ഭരണകൂടത്തിനും ഇത് തകർക്കാൻ കഴിയില്ല എന്ന ശക്തമായ പ്രതിഷേധത്തിൻ്റെ ഭാഗമായി കണ്ടുകൊണ്ട് ഇതിനെതിരെ പ്രതികരിച്ച മുഴുവൻ തൊഴിലാളി സഖാക്കളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ലാൽസലാം. ഈ പ്രതിഷേധ സമരത്തെ അഭിസംബോധന ചെയ്യുന്നതിന് വേണ്ടി CITU ജില്ലാ സെക്രട്ടറി K. ചന്ദ്രനെ ക്ഷണിച്ചു. ബഹുമാനപ്പെട്ട നമ്മുടെ ഈ സമരത്തിൻ്റെ അധ്യക്ഷൻ
സ്വാഗതം ആശംസിച്ച CH ഏരിയ സെക്രട്ടറി MK മനോജ്, ഇവിടെ ഈ സമരം ഔപചാരിക ഉദ്ഘാടനം ചെയ്ത CPIM ഏരിയ സെക്രട്ടറി ശശികുമാർ, മറ്റ് ഘടകകക്ഷികളെ, സഖാക്കളെ, സുഹൃത്ത് തൊഴിലാളി സംഘടനാ നേതാക്കന്മാരെ, ഇതുപോലൊരു സമരം ആഹ്വാനം ചെയ്യാനുള്ള കാര്യങ്ങളെപ്പറ്റി വ്യക്തമായി പ്രാസികളിലൂടെ സാധാരണ പ്രാസികളിൽ പറയുന്നു. കൂടുതൽ സംസാരത്തിൽ നമ്മൾ പോകുന്നില്ല. കാരണം ഇന്ത്യ ഗവൺമെൻറ് കാട്ടുന്ന തൊഴിലാളി വിരുദ്ധ, കർഷക വിരുദ്ധ നയങ്ങൾക്കെതിരെ ഏതാണ്ട് 10 വർഷക്കാലം ഇന്ത്യയിൽ തൊഴിലെടുക്കുന്ന തൊഴിലാളികളെയും അതുപോലെ സംഘടനാ രംഗത്ത് പ്രവർത്തിക്കുന്ന ജീവനക്കാരെയും ദ്രോഹിക്കുന്ന ഒരു ഓർഡിനൻസായിട്ടാണ് പാർലമെൻറ്റിൽ അവതരിപ്പിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് നമുക്ക് വെച്ച് ഓർമ്മിക്കാൻ പറ്റില്ല എന്ന് നമ്മുടെ ഈ തൊഴിലാളി വർഗത്തെ, ഇന്ത്യൻ തൊഴിലാളി വർഗത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം സൃഷ്ടിച്ചുകൊണ്ടുള്ള നിയമനിർമ്മാണം ഇന്ത്യൻ പാർലമെൻറ്റിൽ നടത്തി കഴിഞ്ഞിരിക്കുകയാണ്. നമുക്കറിയാം, ഞാൻ ദീർഘമായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഇന്ത്യൻ നാടകൻ സ്വാഗത പ്രസംഗനും എഴുതിയിരിക്കുകയാണ്. 2014 അധികാരത്തിൽ BJP വരുന്ന ഇന്ത്യൻ ജനതയുടെ മുമ്പിൽ ചില വാഗ്ദാനങ്ങൾ ജനരോഷത്തിൻ തീജ്വാല
അടിമച്ചങ്ങല പൊട്ടട്ടെ. വർഗീയ ഫാസിസ്റ്റ് ഭരണക്കാരെ നിങ്ങൾക്കെതിരെ ഉയരുന്നു ജനരോഷത്തിൻ തീജ്വാല അടിമച്ചങ്ങല പൊട്ടട്ടെ. അടിമച്ചങ്ങല പൊട്ടട്ടെ. നിങ്ങൾക്കെതിരെ ഉയരുന്നു ജനരോഷത്തിൻ തീജ്വാല അടിമച്ചങ്ങല പൊട്ടട്ടെ. ഉയരുന്നു ജനരോഷത്തിൻ തീജ്വാല അടിമച്ചങ്ങല പൊട്ടട്ടെ. ഉയരുന്നു ജനരോഷത്തിൻ തീജ്വാല അടിമച്ചങ്ങല പൊട്ടട്ടെ. വർഗീയ ഫാസിസ്റ്റ് ഭരണക്കാരെ നിങ്ങൾക്കെതിരെ ഉയരുന്നു ജനരോഷത്തിൻ തീജ്വാല അടിമച്ചങ്ങല പൊട്ടട്ടെ. നിങ്ങൾക്കെതിരെ ഉയരുന്നു ജനരോഷത്തിൻ തീജ്വാല അടിമച്ചങ്ങല പൊട്ടട്ടെ. ഉയരുന്നു ജനരോഷത്തിൻ തീജ്വാല അടിമച്ചങ്ങല പൊട്ടട്ടെ. വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.